സത്യയുഗത്തിൽ കാലകേയന്മാർ എന്ന പേരിൽ ഭീകരന്മാരും യുദ്ധവീരന്മാരുമായ അസുരന്മാർ ഉണ്ടായിരുന്നു. വൃത്രാസുരന്റെ നേതൃത്വത്തിൽ അവർ നാനാതരത്തിലുള്ള ആയുധങ്ങളോടെ ഇന്ദ്രാദി ദേവന്മാരെ ആക്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദേവന്മാർ ഒത്തുകൂടി വൃത്രനെ വധിക്കാൻ ശ്രമം ആരംഭിച്ചു. അങ്ങനെ ഇന്ദ്രൻ വജ്രായുധമേന്തി കരുത്തന്മാരായ ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് ഭീകരകാരനായ വൃത്രനോട് പോരിനൊരുങ്ങി. ഒടുവിൽ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ വൃത്രൻ ജീവനറ്റ് നിലം പതിച്ചു. പിന്നീട് ദേവേന്ദ്രൻ വൃത്രന്റെ മരണത്തിൽ ദുഃഖിതരായിരുന്ന കാലകേയന്മാരെ വധിക്കാൻ തുടങ്ങി. ഭീതി പൂണ്ട അസുരന്മാർ ഒത്തുചേർന്ന് സമുദ്രത്തിൽ പോയി ഒളിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് അവർ ലോകത്തെ നശിപ്പിക്കാനുള്ള മാർഗം ആലോചിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, എല്ലാ ലോകർക്കും രക്ഷ നൽകുന്നത് തപസ്സാണ്. അതുകൊണ്ട് തപസ് ഇല്ലാതാവണം. ലോകത്തുള്ള താപസന്മാരെയും ധർമ്മനിഷ്ഠന്മാരെയും എല്ലാം ഉടനടി നശിപ്പിക്കണം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ സമുദ്രത്തിനടിയിൽ താമസിച്ചുകൊണ്ട് 3 ലോകങ്ങളും നശിപ്പിക്കാൻ അവർ ഒരുങ്ങി. രാത്രികാലങ്ങളിൽ അവർ കരയ്ക്കു കയറി ആശ്രമവാസികളായ താപസന്മാരെ പിടിച്ച് ഭക്ഷിച്ചിട്ട് പ്രഭാതമാകും മുൻപ് കടലിൽ പോയി ഒളിക്കുക പതിവാക്കി. അങ്ങനെ ഭൂമിയിലെങ്ങും അസ്ഥികൾ കൂമ്പാരം കൂടി. അങ്ങനെ താപസന്മാർക്ക് നാശവും യജ്ഞങ്ങൾക്ക് വിഘ്നവുമുണ്ടായപ്പോൾ ദേവന്മാർ വിഷമത്തിലായി. അവർ ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അവരുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ പറഞ്ഞു, പകൽ സമയത്ത് തിമിംഗലങ്ങളും മുതലകളും നിറഞ്ഞ സമുദ്രാന്തർഭാഗത്ത് ഒളിച്ചിരിക്കുന്ന ദൈത്യന്മാർ രാത്രിയാകുമ്പോൾ പുറത്തു വന്ന് താപസന്മാരെ വധിച്ച് ഭക്ഷിക്കുന്നു. സമുദ്രത്തിൽ ഒളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവരെ വധിക്കാനാകുന്നില്ല. അതുകൊണ്ട് ആദ്യം സമുദ്രം വറ്റിക്കാനുള്ള ഉപായം ചിന്തിക്കണം. അഗസ്ത്യർക്കല്ലാതെ മറ്റാർക്കും സമുദ്രം വറ്റിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അഗസ്ത്യനെ ഈ പ്രവൃത്തിക്ക് സന്നദ്ധനാക്കണം. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി അഗസ്ത്യന്റെ ആശ്രമത്തിൽ ചെന്ന് തങ്ങളെ രക്ഷിക്കണം എന്നപേക്ഷിച്ചു. അനന്തരം അഗസ്ത്യർ മഹർഷിമാരോടും ദേവന്മാരോടും കൂടി സമുദ്രതീരത്തെത്തി. ലോകനന്മയ്ക്ക് വേണ്ടി ഞാൻ സമുദ്രം പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമുദ്രത്തെ ജലരഹിതമാക്കി. ദേവന്മാർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് കാലകേയന്മാരെ സംഹരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം ഘോരമായ യുദ്ധം നടന്നു. കാലകേയന്മാർ മുക്കാലും ചത്തൊടുങ്ങി. കഷ്ടിച്ച് ശേഷിച്ചവർ ഭൂമി പിളർന്ന് പാതാളത്തിൽ പോയൊളിച്ചു. അങ്ങനെ അസുര സംഹാരം നടന്നു. പിന്നീട് ദേവന്മാർ അഗസ്ത്യന്റെ മുൻപിൽ വന്ന് കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, ഇനി അങ്ങ് കുടിച്ച വെള്ളമെല്ലാം തിരികെ വിട്ട് ഈ കടൽ വീണ്ടും നിറയ്ക്കണം. ഇത് കേട്ട അഗസ്ത്യൻ പറഞ്ഞു, ആ വെള്ളമെല്ലാം ദഹിച്ചുപോയി. ഇനി കടൽ നിറയ്ക്കാൻ നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം അന്വേഷിക്കുക. ഇത് കേട്ട ദേവന്മാർ വിഷമത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ അടുക്കലെത്തി വീണ്ടും കടൽ നിറയ്ക്കാൻ അപേക്ഷിച്ചു. ഇത് കേട്ട ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തിരികെ പോയിക്കൊള്ളൂ. ഇനി കുറേ കാലം കഴിഞ്ഞ് ഭഗീരഥൻ എന്ന രാജാവ് പിതൃക്കളെ ഉദ്ധരിക്കാൻ പരിശ്രമിക്കും. ആ പരിശ്രമത്തിൽ സമുദ്രം വീണ്ടും ജലപൂർണമാകും. അത് കേട്ട് ദേവന്മാർ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി.